നിങ്ങൾക്ക് പൊട്ടിച്ചെടിയെ അറിയാമോ? ഇതിന്റെ മുകളിൽ തുപ്പല കൊണ്ട് നനച്ചാൽ അത് പൊട്ടിത്തെറിക്കും. എന്തുകൊണ്ടായിരിക്കും ഇത് നനയുമ്പോൾ പൊട്ടുന്നത്? റുവേലിയ ട്യൂബേഴ്സ. മെക്സിക്കോയിലെ വരണ്ട പ്രദേശമാണ് ഇവയുടെ ജന്മദേശം. വരണ്ട ഭൂമിയായതുകൊണ്ട് വിത്തുകൾ നിലത്ത് വീണാൽ അത് നശിച്ചു പോകും. അതുകൊണ്ട് മഴക്കാലമാകും വരെ വിത്തുകളെ മൂടി സംരക്ഷിച്ചു വെക്കും. മഴക്കാലത്ത് മഴത്തുള്ളി വീണ് നനഞ്ഞാൽ കായ തുറന്ന് വിത്തുകളെ ചുറ്റിലും തെറിപ്പിക്കും. പ്രശ്നങ്ങൾ സോൾവ് ആയോ? ഇല്ല, പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടേയുള്ളൂ. ശക്തമായി കുത്തി ഒഴുകി വരുന്ന മഴവെള്ളത്തെ എങ്ങനെ അതിജീവിക്കും? നനയുമ്പോൾ മാത്രം വിത്തിന് ചുറ്റും പശപശപ്പുണ്ടാക്കി വിത്തിനെ മണ്ണിൽ പറ്റിപ്പിടിച്ച് നിർത്തുക. അങ്ങനെ നനഞ്ഞു കുതിർന്ന മണ്ണിൽ വേരുറപ്പിച്ച് ജലത്തിലൂടെ ഒഴുകി വന്ന പോഷകങ്ങളെ വലിച്ചെടുത്ത് ചെടിയായി മുളച്ചു വരും. ഇനി ഞാൻ മറ്റൊരു ചെടിയെ പരിചയപ്പെടുത്തി തരാം. കനകാംബരം, മറ്റൊരു പൊട്ടിച്ചെടി. റുവേലിയ ട്യൂബേഴ്സയുടെ അതേ ഫാമിലിയിൽ പെടുന്ന സസ്യം. പക്ഷേ ഇവയുടെ ജന്മദേശം മെക്സിക്കോ അല്ല, ദക്ഷിണേന്ത്യയാണ്. അത് മാത്രമല്ല, ധാരാളം ജലലഭ്യതയുള്ള ട്രോപ്പിക്കൽ പ്രദേശങ്ങളിൽ മാത്രമേ ഇവ വളരുകയുള്ളൂ. സംഭവം ക്ലിയർ ആക്കി തരാം. മെക്സിക്കൻ സ്വദേശിയായ റുവേലിയ ട്യൂബേഴ്സയുടെ വേര് ജലം സ്വരൂപിച്ചു വെക്കും. വരൾച്ചയായാൽ ചെടിക്ക് ആവശ്യമുള്ള ജലം വേരിൽ നിന്നാണ് എടുക്കുക. എന്നാൽ കനകാംബരം അങ്ങനെയല്ല. ഇവയുടെ വേര് ജലം സ്വരൂപിച്ചു വെക്കില്ല. അതുകൊണ്ട് ഇവയ്ക്ക് സ്ഥിരമായി ജലം ലഭിച്ചേ മതിയാവും. മറ്റൊരു പ്രത്യേകത ഇവയുടെ പഴം ജലം വീഴാതെയും പൊട്ടിത്തെറിക്കും എന്നതാണ്. ഇവയ്ക്ക് വിത്ത് വിതരണം നടത്തുവാൻ മഴയുടെ ആവശ്യമില്ല എന്നർത്ഥം. ഇതൊക്കെയാണെങ്കിലും കനകാംബരത്തിനുള്ള ചില പ്രത്യേകതകൾ അവ മുമ്പ് വ്യത്യസ്ത ആവാസ മേഖലയിൽ ജീവിച്ചിരുന്നു എന്നതിന് സൂചന നൽകുന്നുണ്ട്. കനകാംബരത്തിന്റെ പൂവുകളെ ചെടിയിൽ നിന്ന് പറിച്ചെടുത്താലും അവ കേടാവാതെ 2-3 ദിവസം വരെ ഫ്രഷായി തന്നെ നിൽക്കും. കാരണം ഇവയുടെ ഘടനയുള്ളത് പൂവിലെ ഈർപ്പം നഷ്ടമാവാതെ നിലനിർത്താൻ വേണ്ടിയാണ്. ഉദാഹരണത്തിന്, കട്ടി കൂടിയ ദളങ്ങൾ. പൂവിലെ ഈർപ്പം നഷ്ടമാവാതെ തടയുവാൻ വേണ്ടിയാണ് ഇത്. മറ്റൊരു പ്രത്യേകത, മണമില്ലാത്ത പൂക്കൾ. മണമുണ്ടാക്കി എനർജി വേസ്റ്റ് ആക്കില്ല. നമ്മുടെ നാട്ടിൽ കാണുന്ന മറ്റു ചെടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കുറെ വിശേഷ ഗുണങ്ങൾ കനകാംബരത്തിനുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇവയ്ക്ക് മാത്രം വ്യത്യസ്ത ഗുണങ്ങളുള്ളത്? കാരണം കനകാംബരം വളർന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ആവാസ മേഖലയിലായിരുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നമ്മൾ നിൽക്കുന്ന ഇടം തികച്ചും വ്യത്യസ്തമായ ഒരു പ്രദേശമായിരുന്നു. അന്നിവിടെ നമുക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത പല രൂപത്തിലുമുള്ള സസ്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു കനകാംബരം. പിന്നീട് കാലാവസ്ഥ മാറിയപ്പോൾ മുമ്പുണ്ടായിരുന്ന പല സസ്യങ്ങളും വംശനാശം സംഭവിച്ചു. പകരം ഇന്ന് കാണുന്ന പുതിയ സസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. എന്നാൽ കനകാംബരം പോലെയുള്ള ചില ചെടികൾ പ്രതിസന്ധികളെ തരണം ചെയ്ത് മാറിയ കാലത്തിനനുസരിച്ച് പരിണമിച്ച് ഇന്നും ജീവിക്കുന്നു. നമ്മൾ ഇന്ന് നിൽക്കുന്നിടത്ത് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ അറിയാത്ത ഒരുപാട് സസ്യങ്ങളും ജീവിച്ചിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി.